എൻ്റെ ദൈവമേ, വായിൽ വെക്കാൻ പറ്റുന്നില്ല. തലങ്ങും വെല്ലങ്ങും മുള്ളു മാത്രമുള്ള മീനാണ്. പേര് വാളാന്നോ അങ്ങനെ എന്താണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ അമ്മ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മീൻ ആദ്യമായിട്ട് കാണുന്നതാണ്, അതുകൊണ്ട് നീ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അതിനകത്ത് മുഴുവൻ മുള്ളാണെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതായത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവ പൊട്ടിച്ചു, അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും തക്കാളി അരിഞ്ഞതൊക്കെ തന്നെ ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറേ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 4 സ്പൂൺ അളവിൽ എടുത്തോട്ട്. കാര്യം 1 കിലോ മീനുണ്ടായിരുന്നു. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. ഞാൻ ഭയങ്കര പിസ്ക്കാട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മുടെ വാളംപുളി, നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്ത് വെള്ളം ഒഴിച്ചു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മളത് അടച്ച് വെക്കുക. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള നമ്മളുടെ ഈ ഒരു വാളക്കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ച് മീനൊന്ന് വേവാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ദേ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലൊക്കെ തന്നെ ചേർത്ത് വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ തന്നെ ഇട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ടെന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും എനിക്ക് കുറച്ച് തിളച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം വരില്ല കേട്ടോ. കറി കേടാവോ എന്നൊക്കെ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ നന്നായി തിളപ്പിച്ചു. കറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, മുള്ളാണെങ്കിലും.